ഐ ആം ബിജു എസ് നായർ, ഫോമർ ഓഫീസർ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. എൻ്റെ പുതിയൊരു കറണ്ട് അഫയേഴ്സ് വീഡിയോയിലേക്ക് സ്വാഗതം. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഞാൻ ഫോർത്തിന്റെ കറണ്ട് അഫയേഴ്സ് വീഡിയോ എങ്ങനെയോ നമ്മളുടെ യൂട്യൂബ് ചാനലിൽ നിന്ന് ഒരുപക്ഷെ ഞാൻ തന്നെ വല്ലതും ചെയ്തപ്പോഴത്തേക്ക് ഡിലീറ്റ് ആയി പോയതായിരിക്കാം. ഫോർത്ത് എൻ്റെ അപ്പോൾ അതായത് ഡേ ബിഫോർ യെസ്റ്റർഡേയുടെ. അപ്പോൾ അത് നമ്മൾ സൺഡേയിൽ നാളെ കറണ്ട് അഫയേഴ്സ് ഡിസ്കസ് ചെയ്ത ദിവസമല്ലല്ലോ. അപ്പോൾ നാളെ ഞാൻ ഒന്നുകൂടെ അപ്ലോഡ് ചെയ്തേക്കാം. അത് കാണാത്ത അല്ലെങ്കിൽ നോട്ടൊന്നും എഴുതിയെടുക്കാത്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ വീഡിയോ നിങ്ങൾക്ക് നാളെ അവൈലബിൾ ആവുന്നതായിരിക്കും. അപ്പൊ ഇന്നത്തെ ന്യൂസ് പേപ്പർ ഡിസ്കസ് ചെയ്യാം. സാറ്റർഡേ പൊതുവെ ടെക്സ്റ്റ് ആൻഡ് കോണ്ടെക്സ്റ്റ് പേജ് കാണാറില്ല. ഒ പി ഇ ഡി പേജ് കാണാറില്ല. അതിന് പകരം വേറെ അവിടെ ഒരു സ്പോട്ട്ലൈറ്റോ അങ്ങനെ എന്തോ ഒരു സംഭവമാണ് ഡെയിലി വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്കഷൻ ചെയ്യാനുള്ള ആർട്ടിക്കിൾസ് കുറവാണ്. അപ്പൊ ആദ്യം നമുക്ക് എഡിറ്റോറിയൽ സ്റ്റാർട്ട് ചെയ്യാം. വാക്ക് ദ ടോക്ക് എന്ന് പറഞ്ഞ എഡിറ്റോറിയൽ മണിപ്പൂരിലെ ക്രൈസിസ് അല്ലെങ്കിൽ മണിപ്പൂരിലെ മെയ്റ്റി കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞ അവിടുത്തെ ഭൂരിപക്ഷ സമുദായവും അവിടുത്തെ ട്രൈബൽ കമ്മ്യൂണിറ്റിയായ കുക്കീസോ കമ്മ്യൂണിറ്റിയും തമ്മിലുള്ള കലാപം സ്റ്റാർട്ട് ചെയ്തിട്ട് ഏതാണ്ട് 1 ഇയറിൽ കൂടുതലായെങ്കിലും പാർലമെന്റിൽ അതിനെക്കുറിച്ചൊരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു സ്പീച്ച് നമ്മളുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയത് കഴിഞ്ഞ ദിവസമാണ്. അപ്പൊ അതിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു എഡിറ്റോറിയലാണ്. അതിൽ അദ്ദേഹം ഭയങ്കരമായിട്ട് എംഫസൈസ് ചെയ്ത് പറഞ്ഞത് മണിപ്പൂരിൽ സെൻട്രൽ ഗവൺമെന്റ് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓൾറെഡി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞു. അവിടെ നോർമൽസി തിരികെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒപ്പോസിഷൻ പാർട്ടീസ് അതിനെ വെച്ച് രാഷ്ട്രീയം കളിക്കരുത്. ഇത് മണിപ്പൂരിലെ ഈ പ്രശ്നം എന്ന് വെച്ചാൽ അവിടുത്തെ കമ്മ്യൂണിറ്റീസ് തമ്മിലുള്ള പ്രോബ്ലം ആണ്, അല്ലാതെ ഒരു വർഗീയ കലാപമല്ല. അപ്പം ആ കമ്മ്യൂണിറ്റീസ് തമ്മിലുള്ള പ്രശ്നം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഡെക്കേഡ്സ് ടുഗദറായിട്ട് ഡീപ്പ് റൂട്ടഡായിട്ട് മണിപ്പൂരിന്റെ സൊസൈറ്റിയിൽ ഉണ്ടായിരുന്ന ഒരു പ്രോബ്ലം ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് റെക്ടിഫൈ ചെയ്യാൻ എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെയും ഒരു കൂട്ടായ ശ്രമത്തിൽ കൂടെ ഒരുപാട് കാലം കൊണ്ടേ കഴിയൂ എന്നുള്ള രീതിയിലാണ് അദ്ദേഹം സ്പീച്ച് നടത്തിയത്. ഒപ്പം തന്നെ അവിടുത്തെ ഈ പ്രശ്നം തന്നെ കുക്കി കമ്മ്യൂണിറ്റി മെയ്റ്റി കമ്മ്യൂണിറ്റി തമ്മിലുള്ള പ്രോബ്ലം ഡെക്കേഡ്സ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിലും കോൺഗ്രസ് ഗവൺമെന്റുകൾ, ഇന്ത്യ ഭരിച്ച കോൺഗ്രസ് ഗവൺമെന്റുകളൊന്നും വലുതായിട്ട് അത് സോൾവ് ചെയ്യാൻ ഒന്നും ചെയ്തില്ലെന്നും മണിപ്പൂർ ഒരുപാട് വർഷം കോൺഗ്രസ് ആണ് ഭരിച്ചത്, അവരൊക്കെ ഒന്നും അതിൽ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഇന്റർവെൻഷൻസ് നടത്താൻ പറ്റില്ലെന്നൊക്കെ ഉള്ള ഒരു ക്രിറ്റിസിസവും അദ്ദേഹം പറഞ്ഞു. ഇതൊക്കെ ആണ് തുടക്കത്തിൽ പറയുന്നത്. അപ്പോ പക്ഷേ ഇതില് ആ ഈ എഡിറ്റോറിയലിന്റെ ഫസ്റ്റ് പാരഗ്രാഫിൽ തന്നെ ഈ ഒരു കാര്യത്തിൽ ഹിന്ദു അവരുടെ അഭിപ്രായം, ഇതൊക്കെ മോഡി പറഞ്ഞ കാര്യങ്ങളാണ്. മോഡി പറയുന്ന കാര്യങ്ങളുടെ ബേസിലാണല്ലോ പിന്നെ പത്രം അവരുടെ എഡിറ്റോറിയൽ പോയിന്റ് ഓഫ് വ്യൂ പറയുന്നത്. അപ്പൊ അതില് പറഞ്ഞെന്ന് വെച്ചാല് അവര് പറയുന്നത് ഇപ്പോ ഒരുപാട് നല്ല കാര്യങ്ങൾ ഗവൺമെന്റ് ചെയ്യുന്നതിന്റെ അല്ലെങ്കിൽ മുൻ ഗവൺമെന്റുകൾ ചെയ്യുന്നതിന്റെ ഒക്കെ ക്രെഡിറ്റ് പ്രൈം മിനിസ്റ്റർ എടുക്കാറുണ്ട്. അത് റൈറ്റ്ഫുള്ളി എടുക്കാറുണ്ട്. ചിലപ്പോൾ അദ്ദേഹം മറ്റുള്ളവർ ചെയ്തതിന്റെ ക്രെഡിറ്റും എടുക്കാറുണ്ട് എന്നാണ് ഇവർ പറയുന്നത്. പക്ഷേ അദ്ദേഹത്തിന്റെ ഭരണത്തിന്റെ അണ്ടറിൽ ഉണ്ടാവുന്ന ഫെയിലുവേഴ്സ് അക്സെപ്റ്റ് ചെയ്യാനോ അക്നോളജ് ചെയ്യാനോ ഇന്ത്യയുടെ സുപ്രീം ലീഡർ അവിടെ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആയിരിക്കും, അദ്ദേഹം തയ്യാറാകുന്നില്ല എന്നുള്ളത് ഖേദകരം ആണ് എന്ന് ഈ എഡിറ്റോറിയലിന്റെ ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നുണ്ട്. അപ്പോ മോഡി അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്തുനിന്നുള്ള ഫെയിലുവേഴ്സ് അക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ ഒരു ഇഫക്റ്റീവ് ആയിട്ടുള്ളൊരു സൊല്യൂഷൻ വളരെ ലേറ്റ് ആയിട്ടാണെങ്കിൽ പോലും മണിപ്പൂരിൽ ഉണ്ടാക്കാൻ സഹായിക്കുകയുള്ളൂ എന്നും ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നുണ്ട്. ഇനി എഡിറ്റോറിയലിന്റെ സെക്കൻഡ് പാർട്ടിലേക്ക് പോകുമ്പോൾ അതിൽ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാല്, പ്രധാനമന്ത്രി പറയുന്ന പോലെ പൂർണ്ണമായിട്ടും നോർമൽസിലേക്കൊന്നും മണിപ്പൂർ തിരിച്ചു വന്നിട്ടില്ല എന്ന് പറയുന്നു. സൗത്ത് ഏഷ്യയിൽ നിന്ന് കഴിഞ്ഞ വർഷം ഉണ്ടായ 69,000-ഓളം ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാല് സ്വന്തം വീട് വിട്ട് റീഹാബിലിറ്റേഷൻ ക്യാമ്പുകളിൽ പോയി കഴിയേണ്ടി വരുന്ന അവസ്ഥ. അപ്പൊ ആ ഡിസ്പ്ലേസ്മെന്റ് ഏതാണ്ട് 69,000 ആണ് സൗത്ത് ഏഷ്യയിൽ ഉണ്ടായത്. സൗത്ത് ഏഷ്യ അറിയാലോ, ഇന്ത്യ, പാകിസ്ഥാനും ബംഗ്ലാദേശും ശ്രീലങ്കയും അഫ്ഗാനിസ്ഥാനും നേപ്പാളും മാലദ്വീപ്സും ഭൂട്ടാനും ചേർന്നതാണ് സൗത്ത് ഏഷ്യ. അതാണല്ലോ സാർക്ക് എന്ന് പറയുന്നത്. സാർക്ക്, സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോഓപ്പറേഷൻ, ആണ് സാർക്ക്. കാഠ്മണ്ഡു ഹെഡ്ക്വാർട്ടേഡ് ആയിട്ടുള്ള റീജിയണൽ ഗ്രൂപ്പിംഗ്, ഇന്ത്യ ഉൾപ്പെടുന്ന റീജിയണൽ ഗ്രൂപ്പിംഗ് ആണ്. കാഠ്മണ്ഡു ആണ് ഹെഡ്ക്വാർട്ടേഡ്, ബട്ട് ഇറ്റ് ഇസ് എ ഡിഫങ്ക്ട് ഓർഗനൈസേഷൻ ആൻഡ് ഐ ആം ഓൾമോസ്റ്റ് ഷുവർ ദാറ്റ് SAARC will not survive in the future because India is not ready to accept Pakistan because of its terrorism activities inside the territory of India. That's why from the 2016 onwards, SAARC is defunct. Last summit എന്ന് പറഞ്ഞാൽ 2016 പാകിസ്ഥാനിലായിരുന്നു നടക്കേണ്ടത്. At that time, one terrorist attack happened in India, and the link of that terrorist attack went to Pakistan. That's why India decided to boycott that SAARC summit in 2016. After that, 8 years has elapsed, and India was not ready to cooperate in any way with Pakistan
ദാറ്റ്സ് വൈ സാർക്ക് ഈസ് ഓൾമോസ്റ്റ് ഡിഫറെന്റ്. അതുകൊണ്ട് സാർക്കിന്റെ റിലവൻസ് ഒക്കെ അവിടെ പോയി. ഇനി സാർക്കൊന്നും വലിയതായിട്ട് പച്ച പിടിക്കാൻ പോകുന്നില്ല. അല്ലെങ്കിൽ ഇന്ത്യയും പാകിസ്ഥാൻ തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ ഒരു ഡ്രമാറ്റിക് ചേഞ്ച് ഉണ്ടാവണം. അതിനുള്ള ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള പോസിബിലിറ്റീസും ഇല്ല. കാര്യം ഇപ്പോൾ നരേന്ദ്രമോദി ഇപ്പൊ ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷന്റെ മീറ്റിംഗ് കസാക്കിസ്ഥാന്റെ അസ്താനയിൽ വെച്ച് നടന്നപ്പോൾ അതുപോലും ഒഴിവാക്കിയത് പാകിസ്ഥാന്റെ പ്രൈം മിനിസ്റ്റർ ഷഹബാസ് ഷെരീഫിനെയും അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഫ്രണ്ടായ ചൈനയുടെ പ്രസിഡന്റായ ഷീ ജിൻപിങ്ങിനെയും മീറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതായപ്പോൾ ഇതിന്റെ മോഡി ഒരു ജസ്റ്റ് 2 ദിവസം കഴിയുമ്പോൾ മൺഡേ റഷ്യ വിസിറ്റ് ചെയ്യാണ്. കസാക്കിസ്ഥാന്റെ അടുത്തുള്ള റഷ്യ, ഇന്ത്യയുടെ ടൈം ടെസ്റ്റഡ് ഫ്രണ്ടായ റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ വിസിറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ അദ്ദേഹം മനഃപൂർവ്വം ഷെഡ്യൂളിംഗ് ഡിഫിക്കൽട്ടീസ് ഉണ്ടെന്ന് ഒഴിവാക്കിയതല്ല, മനഃപൂർവ്വം ഒഴിവാക്കിയത്. അപ്പൊ അത്തരം സാഹചര്യത്തിൽ ഒരു പാകിസ്ഥാനുമായിട്ടുള്ള റീകൺസിലിയേഷൻ ഇമ്മീഡിയറ്റ് ഫ്യൂച്ചറിൽ പോസിബിൾ ആണെന്ന് ഏറ്റവും വലിയ ശുഭാപ്തി വിശ്വാസികൾ പോലും വിശ്വസിക്കുന്നില്ല. അപ്പൊ പിന്നെ സാർക്ക് എന്ന് പറയുന്നത് അവിടെ അങ്ങനെ നശിച്ചു, അല്ലെങ്കിൽ സാർക്ക് പ്രിമച്വർ ഡെത്ത് ഉണ്ടായി എന്ന് മാത്രം വിശ്വസിച്ചാൽ മതി. പകരം ഇന്ത്യ പ്രൊമോട്ട് ചെയ്യുന്ന ഓർഗനൈസേഷൻ, ഞാൻ ഇപ്പൊ സാർക്കിനെ കുറിച്ച് പെട്ടെന്ന് പറഞ്ഞ സൗത്ത് ഏഷ്യയെ കുറിച്ച് ഒരു പരാമർശം വന്നുണ്ട്, അതൊന്ന് പറഞ്ഞിട്ട് പോയേക്കാം. അപ്പൊ സാർക്കിന് പകരം ഇന്ത്യ പ്രൊമോട്ട് ചെയ്ത ബിംസ്റ്റെക് ആണ്. സാർക്കിൽ എത്ര മെമ്പർ കൺട്രീസ് ഉണ്ടായിരുന്നു? 8 ആയിരുന്നു. 8. ഇന്ത്യ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, ശ്രീലങ്ക, ഭൂട്ടാൻ, മാൽദീവ്സ്, നേപ്പാൾ, അങ്ങനെ 8 രാജ്യങ്ങൾ. അതിന്റെ നേപ്പാളിലെ ക്യാപിറ്റലായ കാഠ്മണ്ഡു ആണ് അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. ഇനി ബിംസ്റ്റെക്കോ? ബിംസ്റ്റെക് 7 രാജ്യങ്ങളേ ഉള്ളൂ. 7 കൺട്രീസ് ആണ്. ബേ ഓഫ് ബംഗാൾ ഇനിഷ്യേറ്റീവ് ഫോർ മൾട്ടി സെക്ടറൽ ടെക്നിക്കൽ ആൻഡ് എക്കോണമിക് കോഓപ്പറേഷൻ. ബേ ഓഫ് ബംഗാൾ, അതാണ് ബി. ഇനിഷ്യേറ്റീവ് I ഫോർ മൾട്ടി സെക്ടറൽ MS ടെക്നിക്കൽ ആൻഡ് എക്കണോമിക് കോഓപ്പറേഷൻ, ബിംസ്റ്റെക്. അതിൽ 7 മെമ്പർ കൺട്രീസ്. ഹെഡ് ക്വാർട്ടേഴ്സ് ധാക്കയാണ്. ബംഗ്ലാദേശിന്റെ ക്യാപിറ്റൽ ധാക്കയാണ് അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. 7 രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാല് ബംഗ്ലാദേശ്, ഭൂട്ടാൻ, നേപ്പാൾ, ശ്രീലങ്ക, ഇന്ത്യ, മ്യാൻമർ ആൻഡ് തായ്ലൻഡ്. അങ്ങനെ 7 രാജ്യങ്ങൾ ചേർന്നാണ് ബിംസ്റ്റെക്. അതാണ് ഇന്ത്യ ഇപ്പൊ കൂടുതലായിട്ട് സാർക്കിന് പകരം പ്രൊമോട്ട് ചെയ്യുന്നത്. അതവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞുകൊണ്ടത് സൗത്ത് ഏഷ്യൻ രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കാനാണ്. ഈ 8 രാജ്യങ്ങളാണ് സൗത്ത് ഏഷ്യൻ രാജ്യങ്ങൾ. ഈ സൗത്ത് ഏഷ്യയിൽ മൊത്തം 2023 ഉണ്ടായ ഡിസ്പ്ലേസ്മെന്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ 69 ഡിസ്പ്ലേസ്ഡ് ആയിട്ടുള്ള ആൾക്കാരിൽ 67,000 മണിപ്പൂരിൽ നിന്നാണ്. അപ്പൊ അവര് സ്റ്റിൽ ആ റിഹാബിലിറ്റേഷൻ ക്യാമ്പുകളിൽ കഴിയാണ്. മൈറ്റി കമ്മ്യൂണിറ്റിക്കാർക്ക് കുക്കീസിന് ഭൂരിപക്ഷമുള്ള ചുരുചന്ദാർപൂർ പോലുള്ള ഏരിയകളിൽ തിരിച്ചു വരാനോ, അല്ലെങ്കിൽ മെയ്റ്റിക്ക് ഭൂരിപക്ഷമുള്ള ഇംഫാൽ, മണിപ്പൂരിന്റെ ക്യാപിറ്റൽ ഇംഫാൽ ആണ്, അതൊരു വാലിയാണ്, ഇംഫാൽ വാലിയിലേക്ക് തിരിച്ചു വരാൻ അവിടുത്തെ കുക്കി കമ്മ്യൂണിറ്റിക്കോ കഴിഞ്ഞിട്ടില്ല. ഇത് ഏറ്റവും വലിയ കഷ്ടം എന്ന് വെച്ചാൽ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് പോലും ഈ 2 കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർക്ക്, ഡിസ്പ്ലേസ്ഡ് ആയിട്ടുള്ളവർക്ക് തിരിച്ച് അവരുടെ വീടുകളിലേക്കും ഓഫീസുകളിലേക്കും തിരിച്ചെത്താൻ കഴിഞ്ഞില്ല. ഇത് അഡ്മിനിസ്ട്രേഷനെ പോലും ബാധിക്കുന്നുണ്ട്. കുട്ടികൾക്ക് അവരുടെ എഡ്യൂക്കേഷൻ തുടരാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് സ്റ്റിൽ പെർസിസ്റ്റിംഗ് ഇൻ മണിപ്പൂർ. സോ മണിപ്പൂർ ഡിഡ്ന്റ് അറ്റൈൻ എനി കൈൻഡ് ഓഫ് നോർമാലിറ്റി. ഓക്കെ, അത് മാത്രമല്ല ഈ ആം വീൽഡിംഗ് ആയിട്ടുള്ള ഗ്യാങ്ങുകൾ, പോലീസ് സ്റ്റേഷനിൽ നിന്നൊക്കെ അടിച്ചു മാറ്റിയ ആയുധങ്ങൾ കൊണ്ട് ഈ 2 കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ ഗ്യാങ്ങുകളായിട്ട് അവിടെ ചുറ്റിക്കറങ്ങി ഓരോരുത്തടത്തും കലാപം വിതച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ റിലേറ്റീവ്ലി പീസ്ഫുൾ ആയിരുന്ന ജിരിബാം പോലുള്ള സ്ഥലങ്ങളിലും ഇപ്പോഴും കലാപം ഉണ്ടായിരിക്കുന്നു. അപ്പൊ എങ്ങനെയാണ് നോർമൽസി വന്നെന്ന് പറയുക എന്നാണ് എഡിറ്റോറിയൽ ചോദിക്കുന്നത്. ഓക്കെ, പിന്നെ വേറൊരു കാര്യം, സെൻട്രൽ ഗവൺമെന്റ് അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ പൂർണ്ണമായിട്ടും ഏറ്റെടുത്തിരിക്കുകയാണ്. ആർട്ടിക്കിൾ 355 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 355 ഇംപ്ലിമെന്റ് ചെയ്യുമ്പോഴാണ് ഒരു സ്റ്റേറ്റിന്റെ ലോ ആൻഡ് ഓർഡർ സെന്റർ ഏറ്റെടുക്കുന്നത്. സ്റ്റേറ്റിന്റെ ലോ ആൻഡ് ഓർഡർ സ്റ്റേറ്റിന്റെ ജോലിയാണ്. അതുകൊണ്ടാണല്ലോ പോലീസ് എന്ന് പറയുന്നത് നമ്മുടെ കേരള പോലീസ് അല്ലേ നമ്മളെ ലോ ആൻഡ് ഓർഡർ നോക്കുന്നത്. പക്ഷേ ആർട്ടിക്കിൾ 355 ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ, കേരളത്തിൽ ഇംപ്ലിമെന്റ് ചെയ്താൽ കേരളത്തിന്റെ ലോ ആൻഡ് ഓർഡർ പട്ടാളവും പാരാമിലിറ്ററി ഫോഴ്സസ് ഏറ്റെടുക്കും. ഇതാണ് മണിപ്പൂരിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. പക്ഷേ ആർട്ടിക്കിൾ 355 അവിടെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല. പക്ഷേ സ്റ്റേറ്റും സെന്ററും നമ്മളൊരു അഡ്ജസ്റ്റ്മെന്റിലാണ്. കാര്യം സ്റ്റേറ്റ് ഭരിക്കുന്ന BJP ആണ്. N ബീരേൻ സിംഗ് എന്ന് പറയുന്ന BJPയുടെ ചീഫ് മിനിസ്റ്ററാണ്. ഇനി N ബീരേൻ സിംഗിന്റെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിലോ, അദ്ദേഹത്തിന് അവിടുത്തെ മൈനോറിറ്റി കമ്മ്യൂണിറ്റിയായ കുക്കി കമ്മ്യൂണിറ്റിയുടെ യാതൊരു കോൺഫിഡൻസും ഇല്ല. അദ്ദേഹം മെജോറിറ്റി കമ്മ്യൂണിറ്റിയെ മെയ്റ്റി കമ്മ്യൂണിറ്റിയുടെ ആളാണ്. അപ്പൊ അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ, അപ്പൊ അവിടെ എന്താ വേണ്ടത്? അവിടെ പീസ് തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ ഈ ചീഫ് മിനിസ്റ്ററിന്റെ അണ്ടറിൽ പീസ് തിരിച്ചു വരാനുള്ള സാധ്യത കുറവാണ്. അപ്പൊ അവിടെ ഒരു റോൾ ചേഞ്ച് വേണം. അവിടുത്തെ ചീഫ് മിനിസ്റ്ററിനെ ചേഞ്ച് ചെയ്യണം. ബട്ട് BJP is not ready to change the chief minister at this point of time, because Meitei community will strongly object that such kind of a move, and Meitei communities supporters of BJP. Meitei communities is the main supporters of BJP in Manipur.
ഓക്കെ, അപ്പം അതൊക്കെയാണ് അവിടുത്തെ സിറ്റുവേഷൻ. അപ്പൊ ഈ ഒരു ലീഡർഷിപ്പ്, ബീരൻ സിംഗിന്റെ ലീഡർഷിപ്പ് പോലും ചേഞ്ച് ചെയ്യാൻ അവിടെ ചേഞ്ച് വരാനുള്ള സാധ്യത കുറവാണ്. അപ്പൊ എന്താണ് അവിടെ വേണ്ടതെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഓഫ് ഓൾ അവിടുത്തെ ലീഡർഷിപ്പ് ചേഞ്ച് ചെയ്യുക, ചീഫ് മിനിസ്റ്റർ ചേഞ്ച് ചെയ്തിട്ട് വേരിയസ് സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ട് സിവിൽ സൊസൈറ്റി മെമ്പേഴ്സിനെയും കൂടെയൊക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ടോക്സിൽ കൂടെ പ്രൈം മിനിസ്റ്ററിന്റെ ഇനിഷ്യേറ്റീവിൽ കാര്യങ്ങൾ മുമ്പോട്ട് നടത്തിയാൽ ചിലപ്പോൾ നോർമൽസി തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. ഇതാണ് ഈ എഡിറ്റോറിയൽ പറഞ്ഞത്, ഫസ്റ്റ് എഡിറ്റോറിയൽ. ഇനി സെക്കൻഡ് എഡിറ്റോറിയൽ, ലേബേർഡ് ചേഞ്ച് എന്ന് പറഞ്ഞ എഡിറ്റോറിയൽ. ലേബേർഡ് ചേഞ്ച് എന്ന് പറഞ്ഞ എഡിറ്റോറിയൽ ബ്രിട്ടനിലെ ലേബർ പാർട്ടി നേടിയ ലാൻഡ് സ്ലൈഡ് വിക്ടറിയെ കുറിച്ചാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ പല ദിവസങ്ങളിലും ഞാൻ ഈ ഹിന്ദു ന്യൂസ് പേപ്പർ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ബ്രിട്ടനിൽ ഇലക്ഷൻ നടക്കും, അവിടെ ഋഷി സുനാക് എന്ന് പറയുന്ന ചീഫ് മിനിസ്റ്റർ നമുക്കെല്ലാവർക്കും അഭിമാനമായിരുന്നു. ഫസ്റ്റ് ഏഷ്യൻ ഒറിജിൻ, ചീഫ് മിനിസ്റ്റർ അല്ല, പ്രൈം മിനിസ്റ്റർ, ഫസ്റ്റ് ഏഷ്യൻ ഒറിജിൻ പ്രൈം മിനിസ്റ്റർ ഓഫ് UK and his origins are in India, and Rishi Sunak is proudly showing his Hindu credentials and Indian എന്താണ് ancestry. അപ്പൊ അതൊക്കെ കൊണ്ട് അദ്ദേഹത്തിന്റെ പ്രൈം മിനിസ്റ്റർഷിപ്പ് ഇന്ത്യയിലെ ഒരു വലിയ ഭാഗം ആൾക്കാർ, എസ്പെഷ്യലി ഹിന്ദുസ് കൊണ്ടാടിയതാണ്, മനസ്സിലായോ? അപ്പൊ ഹിന്ദുയിസത്തിൽ വിശ്വസിക്കുന്ന ആളുമൊക്കെ ആയതുകൊണ്ട് അപ്പോ സ്വാഭാവികമായിട്ട് അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർക്ക് ഒരു പേഴ്സണൽ ലോസ് ആയിട്ട് ഫീൽ ചെയ്താണ് ഋഷി സുനാക്. പക്ഷെ ഋഷി സുനാക് ഋഷി സുനാക് പരാജയപ്പെടുന്നുള്ള കാര്യം വാസ് എന്താ പറയുക, സെൽഫ് എവിഡന്റ്. അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ റീസെന്റ് ആയിട്ടുള്ള ബൈ ഇലക്ഷൻസ് പരാജയങ്ങൾ, അതുപോലെ ഒപ്പീനിയൻ പോളിസിയിൽ തന്നെ പറഞ്ഞ വലിയ പരാജയം ഉണ്ടായെന്ന. അപ്പോൾ ഇത് പരാജയം ഉണ്ടായി. അപ്പൊ ഇന്നലെ അതാ സംഭവിച്ചത്. അതിന് മെയിൻ ആയിട്ടുള്ള കാരണമായിട്ട് പറയുന്നത്, ഒന്ന് അവിടുത്തെ കോസ്റ്റ് ഓഫ് ലിവിങ് ക്രൈസിസ്. അതാണല്ലോ എപ്പോഴും ആൾക്കാരെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്, കോസ്റ്റ് ഓഫ് ലിവിങ് ക്രൈസിസ്. കോസ്റ്റ് ഓഫ് ലിവിങ് ക്രൈസിസ് ഉണ്ടാവാൻ കാരണം അവിടെ ജീവിതം ഭയങ്കര ദുസ്സഹമാവുന്ന രീതിയിൽ അവിടുത്തെ പ്രത്യേകിച്ച് ഈ കോമൺ ക്ലാസിന്റെ അതുപോലെ ലേബർ ക്ലാസിന്റെ ഒക്കെ ലൈഫ് ഭയങ്കര ഡിഫിക്കൽട്ട് ആവുന്ന രീതിയിൽ അവിടുത്തെ കോസ്റ്റ് ഓഫ് ലിവിങ് കൂടി. അതിന് മെയിനായിട്ട് കാരണം ഒന്ന് കോവിഡാണ്. ആ കോവിഡിന്റെ സമയത്ത് പ്രോപ്പർലി നമ്മളുടെ അവിടുത്തെ എക്കോണമിയെ മാനേജ് ചെയ്യാതെ മിസ്മാനേജ് ചെയ്തതിന്റെ പ്രോബ്ലം. രണ്ടാമത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് അവിടെ ഉണ്ടായ യുക്രൈൻ റഷ്യ വാറുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായ യൂറോപ്പിലാകമാനം ഉണ്ടായ ഇൻഫ്ലേഷൻ. ഇതിനൊന്നും പ്രോപ്പർലി അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഫെയിംഡ് ആയിട്ടുള്ള പബ്ലിക് ഹെൽത്ത് സിസ്റ്റം, ആ പബ്ലിക് ഹെൽത്ത് സിസ്റ്റത്തിന് വേണ്ടി കൂടുതൽ സ്പെൻഡ് ചെയ്യാൻ അവിടുത്തെ കൺസർവേറ്റീവ് പാർട്ടി ഗവൺമെന്റ് അല്ലെങ്കിൽ ടോറി ഗവൺമെന്റിന് കഴിഞ്ഞില്ല. രണ്ടാമത് അവിടുത്തെ എഡ്യൂക്കേഷൻ, ഫ്രീ എഡ്യൂക്കേഷൻ സിസ്റ്റം, അതെല്ലാം ഫാൾട്ടർ ചെയ്തു. ഇതെല്ലാം ഈ അവിടുത്തെ ഋഷി സുനാകിന്റെ കൺസർവേറ്റീവ് പാർട്ടി ഗവൺമെന്റിനെ അൺപോപ്പുലർ ആക്കി. ഋഷി സുനാക് വളരെ കുറച്ച് കാലമേ ഭരിച്ചുള്ളൂ. ബാക്കി 14 വർഷമായിട്ട് ഇപ്പൊ കൺസർവേറ്റീവ് പാർട്ടി അവിടെ ഭരിച്ചുകൊണ്ടിരുന്നത്. ഈ 14 വർഷത്തിനകത്ത് വെച്ച് 4 or 5 പ്രൈം മിനിസ്റ്റേഴ്സ് അവിടെ മാറിയും തിരിഞ്ഞു വന്നു. ഇതിന്റെ ഇടയിൽ കൺസർവേറ്റീവ് പാർട്ടി ബ്രെക്സിറ്റ് നടത്തി. എന്താണ് ബ്രെക്സിറ്റ്? ബ്രെക്സിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രിട്ടന്റെ എക്സിറ്റ് ഫ്രം യൂറോപ്യൻ യൂണിയൻ. നൗ യൂറോപ്യൻ യൂണിയനിൽ ഒരു മെമ്പർ അല്ല ബ്രിട്ടൻ. ബ്രിട്ടൻ ഈസ് നോട്ട് എ മെമ്പർ ഓഫ് യൂറോപ്യൻ യൂണിയൻ എനിമോർ. ഫ്രം 2021 or 22 ആണ് എനിക്ക് തോന്നുന്നു ബ്രെക്സിറ്റ് നടന്നത്. അപ്പൊ ബ്രെക്സിറ്റ് ഇവരുടെ കാർമ്മികത്വത്തിലാണ് നടന്നത്. ആരുടെയാണ്? ടോറീസിന്റെ അല്ലെങ്കിൽ കൺസർവേറ്റീവ് പാർട്ടിയുടെ. അപ്പൊ അതിനുശേഷം നോർത്തേൺ അയർലൻഡുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ബ്രിട്ടനിൽ കുറെ പ്രോബ്ലംസ് ഉണ്ടായി. ബോർഡർ ട്രേഡ്, ഇപ്പൊ യൂറോപ്പുമായിട്ട് ഒരു കോമൺ ബോർഡർ ഒക്കെ ഉണ്ടല്ലോ യൂറോപ്യൻ യൂണിയനിൽ. പിന്നീട് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെങ്കൻ വിസയും അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ, അതുപോലെ ട്രേഡ് റിലേറ്റഡ് ആയിട്ടുള്ള റെസ്ട്രിക്ഷൻസ് ഇല്ലായ്മ, ഇതെല്ലാം യൂറോപ്യൻ യൂണിയനിലെ മെമ്പർ രാജ്യങ്ങൾക്ക് കിട്ടുന്ന പ്രിവിലേജസ് ആണ്. പക്ഷെ ബ്രിട്ടൻ അതിന് പുറത്തു പോകുമ്പോൾ അവർക്ക് അത്തരത്തിലുള്ള പ്രിവിലേജസ് നഷ്ടപ്പെടുന്നു. അതിന്റെ പരിഹാരം കണ്ടെത്താൻ, അവർക്ക് ഇഫക്റ്റീവായിട്ട് പരിഹാരം കണ്ടെത്താനുള്ള എന്താ പറയുന്ന കഴിവില്ലായ്മോ അല്ലെങ്കിൽ കഴിവ് കേടോ അതൊക്കെ കൊണ്ട് ബ്രിട്ടൻ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. അപ്പൊ അവിടുത്തെ കോമൺ മാൻ ഇതൊക്കെ കൊണ്ട് അവിടുത്തെ കൺസർവേറ്റീവ് ഗവൺമെന്റിന് അഗേൻസ്റ്റ് ആയിട്ട് ഭയങ്കരമായിട്ടുള്ള ഒരു ആന്റി ഇൻകംബൻസി, ഭരണവിരുദ്ധ വികാരം അവിടെ ഉണ്ടാകുകയും അങ്ങനെ അവിടെ ജയിക്കുകയാണ് ആര്? ഈ ലേബർ പാർട്ടി, അവിടുത്തെ മെയിൻ ഓപ്പോസിഷൻ പാർട്ടി ലേബർ പാർട്ടി. ലേബർ പാർട്ടിയുടെ ലീഡറിന്റെ പേര് കീർ സ്റ്റാർമർ എന്നാണ്. KEIR, കെയർ സ്റ്റാർമർ. ഈ കെയർ സ്റ്റാർമർ ആയിരിക്കും ഇനി ബ്രിട്ടന്റെ പുതിയ പ്രൈം മിനിസ്റ്റർ. ബ്രിട്ടന്റെ പുതിയ പ്രൈം മിനിസ്റ്ററിനെ അപ്പോയിന്റ് ചെയ്യുന്ന, അവിടെ നമ്മളിവിടെ പ്രസിഡന്റ് പോലെ അവിടെ കിങ് ആണ്. ഇപ്പൊ കിങ് അത് ചാൾസ് 3 ആണ്. ഇപ്പോഴത്തെ കിങ് ആരാണ്? കിങ് ചാൾസ് 3. അതേ ബ്രിട്ടന്റെ പുതിയ പ്രൈം മിനിസ്റ്റർ ആയിട്ട് കെയർ സ്റ്റാർമറിനെ അപ്പോയിന്റ് ചെയ്തു. ബക്കിംഗ്ഹാം പാലസ് ആണ് ബ്രിട്ടന്റെ രാജാവിന്റെ കൊട്ടാരം. ബ്രിട്ടന്റെ രാജാവിന്റെ കൊട്ടാരമാണ് ബക്കിംഗ്ഹാം പാലസ്. ആ ബക്കിംഗ്ഹാം പാലസ് ആണ് ഇദ്ദേഹത്തിന് അപ്പോയിന്റ് ചെയ്തത്. ഇനി ബ്രിട്ടന്റെ പ്രൈം മിനിസ്റ്ററിന്റെ ഒഫീഷ്യൽ റെസിഡൻസിന്റെ പേര് നമ്പർ 10 ഡൗണിംഗ് സ്ട്രീറ്റ് എന്നാണ്. നമ്പർ 10 ഡൗണിംഗ് സ്ട്രീറ്റ്.
നമ്പർ 10 ഡൗണിംഗ് സ്ട്രീറ്റ് എന്നാണ് ബ്രിട്ടന്റെ പ്രൈം മിനിസ്റ്റർ ഒഫീഷ്യൽ റെസിഡൻസ്. അങ്ങനെയാണ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ഒഫീഷ്യൽ റെസിഡൻസിന്റെ പേര് എന്താണ്? ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ഒഫീഷ്യൽ റെസിഡൻസിന്റെ പേരാണ് 7 റേസ് കോഴ്സ് റോഡ്. 7 റേസ് കോഴ്സ് റോഡ്. 7 റേസ് കോഴ്സ് റോഡാണ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററിന്റെ, അല്ല സോറി, 7 റേസ് കോഴ്സ് റോഡ് എന്നുള്ള പേര് മാറി, അത് പഴയ പേരാണ്. ഇപ്പൊ 7 ലോക് കല്യാൺ മാർഗ് എന്നാണ്. ലോക് കല്യാൺ മാർഗ്. ഈ 7 റേസ് കോഴ്സ് റോഡ് എന്ന് പറയുന്ന ബ്രിട്ടീഷ് എറയുടെ പേരായിരുന്നു. അതിപ്പോ ഇന്ത്യനൈസ് ചെയ്ത് 7 ലോക് കല്യാൺ മാർഗ് എന്നാക്കി. 7 ലോക് കല്യാൺ മാർഗ്. ദാറ്റ് ഈസ് ദ നെയിം ഓഫ് ഒഫീഷ്യൽ റെസിഡൻസ് ഓഫ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. പിന്നെ ലാസ്റ്റ് പാരഗ്രാഫിൽ ഇന്ത്യയുമായിട്ടുള്ള റിലേഷൻഷിപ്പ്. സ്വാഭാവികമായിട്ട് ബ്രിട്ടൻ ഈസ് ദ 6th ലാർജസ്റ്റ് എക്കോണമി ഇൻ ദ വേൾഡ് ആഫ്റ്റർ ഇന്ത്യ. ഇന്ത്യ ഈസ് ദ 5th ലാർജസ്റ്റ് എക്കോണമി ആൻഡ് ബ്രിട്ടൻ ഈസ് ദ 6th ലാർജസ്റ്റ് എക്കോണമി ആൻഡ് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് എക്കോണമീസ് ഇൻ ദ വേൾഡ് ബ്രിട്ടൻ. യൂറോപ്പിലെ 2nd ലാർജസ്റ്റ് എക്കോണമിയാണ് ബ്രിട്ടൻ ആഫ്റ്റർ ജർമ്മനി. ജർമ്മനി ഈസ് ദ ഫസ്റ്റ് economy in the Germany is the largest economy in Europe and 2nd largest economy is Britain. അപ്പോൾ ആ ബ്രിട്ടനുമായിട്ട് ഇന്ത്യയുടെ റിലേഷൻഷിപ്പ് വളരെ സ്ട്രോങ് ആയിരിക്കണം. അപ്പോൾ ഇന്ത്യക്ക് ട്രേഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഇൻട്രസ്റ്റുകളുണ്ട്. ഇന്ത്യയുടെ ഒരുപാട് ഇമിഗ്രന്റ് പോപ്പുലേഷൻ ബ്രിട്ടനിലുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യണം. അപ്പോൾ എന്തായാലും സുനാഗ് ഞാൻ പറഞ്ഞു പരാജയം ഇന്ത്യക്കാരൊക്കെ ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർക്ക് അതൊരു വളരെ വിഷമമുണ്ടാക്കുന്ന കാര്യമായിരിക്കും. കാര്യം അദ്ദേഹം ഏഷ്യൻ ഒറിജിൻ ആണ്. പക്ഷേ ഒരു ഇന്ത്യൻ ആൻസിസ്ട്രിയും ഉള്ള ആളാണ്. ഇന്ത്യൻ ആൻസിസ്ട്രി ഉള്ള ഏഷ്യൻ ഒറിജിൻ മാത്രമല്ല ഇന്ത്യക്കാരെന്ന് അദ്ദേഹം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ഹിന്ദു ക്രെഡൻഷ്യൽസ് ഒക്കെ വളരെ പ്രൗഡായിട്ട് എക്സിബിറ്റ് ചെയ്യുന്ന ആളാണ്. അപ്പൊ അതുകൊണ്ടാണ് ഈ പേഴ്സണൽ ലോസ് നദി പറഞ്ഞേക്കുന്നത്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും പക്ഷേ ഋഷി സുനാക്കിന് ഇഫക്റ്റീവ്ലി ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. കാര്യം ഇന്ത്യ UK FTA എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. ഇന്ത്യ UK FTA, ഫ്രീ ട്രേഡ് എഗ്രിമെന്റ്, സ്വതന്ത്ര വ്യാപാര കരാർ. ഇന്ത്യ ഒരുപാട് രാജ്യങ്ങളായിട്ട് FTA ഉണ്ടാക്കിയിട്ടുണ്ട്, ഫ്രീ ട്രേഡ് എഗ്രിമെന്റ്, സ്വതന്ത്ര വ്യാപാര കരാർ. ഈ ഇടയ്ക്ക് UAE-യുമായിട്ട് ഓസ്ട്രേലിയയുമായിട്ട് ശ്രീലങ്കയുമായിട്ട് ഉണ്ടാക്കാൻ പോയാണ്. ആസിയാൻ, അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ് എന്ന് പറഞ്ഞ 10 രാജ്യങ്ങൾ, സിംഗപ്പൂരും തായ്ലാൻഡും ഫിലിപ്പൈൻസും മലേഷ്യയും കംബോഡിയയും വിയറ്റ്നാമും മ്യാൻമറും ഒക്കെ ചേർന്നാണ് ആസിയാൻ, അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ്. ഇവരുമായിട്ട് എല്ലാവർക്കും ആയിട്ട് നമുക്ക് FTA, ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് ഉണ്ട്. പക്ഷേ UK-യുമായിട്ടുള്ള ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് ഇതുവരെയും കൺക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഈവൻ ഇഫ് the position of Prime Minister was occupied by an Indian origin man, Rishi Sunak. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് ഇന്ത്യക്ക് വേണ്ടി വലുതായിട്ട് ചെയ്യാൻ പറ്റില്ല. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ തന്നെയാണ് ഇന്ത്യയിലേക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഏറ്റവും കൂടുതൽ ആക്ടിവിറ്റീസ് അവിടെ നടന്നത്. ഖാലിസ്ഥാൻ തീവ്രവാദികൾ, ഖാലിസ്ഥാൻ സിമ്പതൈസേഴ്സ് ആയിട്ടുള്ള പഞ്ചാബി എക്സ്ട്രീമിസ്റ്റുകൾ അവിടെ ഇന്ത്യക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തിയതും ഈ ഋഷി സുനാക്കിന്റെ കാലത്ത് തന്നെയാണ്. പക്ഷേ ഈ കീർ സ്റ്റാമറിൽ നിന്ന് ഇന്ത്യ കൂടുതൽ പ്രതീക്ഷിക്കുന്നുണ്ട്. കാര്യം അദ്ദേഹം ഇന്ത്യ UK FTA ഡിലേ ആയതിന്റെ പേരിൽ ഋഷി സുനാക്കിനെ ഒരുപാട് ക്രിട്ടിസൈസ് ചെയ്ത ആളാണ്. സോ ഹി വിൽ ഇന്ത്യ ഈസ് തിങ്കിങ് ദാറ്റ് ഹി വിൽ ടേക്ക് ഇമ്മീഡിയറ്റ് മെഷേഴ്സ് ഫോർ കൺക്ലൂഡിങ് ഇന്ത്യ UK FTA ആസ് സൂൺ ആസ് പോസിബിൾ. ഓക്കെ, അപ്പോൾ അത് ഒരു ഇതായിട്ട് പറയുന്നുണ്ട്. പിന്നെ ഇന്ത്യ UK റോഡ് മാപ്പ് 2030 എന്നുള്ളൊരു സംഭവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് 2021 സൈൻ ചെയ്തതാ. പക്ഷെ അതിലെ കുറെ മാറ്റം വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ കുറെ കാര്യങ്ങളാണ് ഇന്ത്യ UK ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ഈ പറയുന്നത്. പിന്നെ ഈ 2 ആർട്ടിക്കിൾസ് ഇന്നത്തെ ഹിന്ദുവിൽ വന്നേക്കുന്നത് ഒന്ന് വായിച്ചു നോക്കുക. അതിനപ്പുറം ഒരുപാട് കാര്യങ്ങൾ അതിൽ പറയാനില്ല. സ്പിരിച്വൽ ഓറിയന്റേഷൻ, റിലീജിയസ് പ്രാക്ടീസസ് ആൻഡ് കോഡ്സ് എന്ന് പറയുന്നൊരു ആർട്ടിക്കിൾ ഉണ്ട്. ഇത് പാറ്റ്നയിലെ നാഷണൽ ലോ യൂണിവേഴ്സിറ്റി ഉണ്ടല്ലോ, അതിന്റെ പാറ്റ്ന നാഷണൽ ലോ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ എഴുതിയൊരു ആർട്ടിക്കിളാണ്. ഇത് എന്തിനെ കുറിച്ചെന്ന് വെച്ചാൽ മദ്രാസ് ഹൈക്കോർട്ടിലെ ഒരു ജഡ്ജിയുടെ ഒരു വിധിയെ കുറിച്ചാണ്. അതായത് ഈ വാഴയില ഉണ്ടല്ലോ, വാഴയിലിൽ ഭക്ഷണം കഴിച്ചതിന് ശേഷം ആ വാഴയിലയ്ക്ക് മുകളിൽ കൂടി ആൾക്കാർ ഈ ശയന പ്രദർശനം നടത്തുന്ന ഒരു പരിപാടി സൗത്ത് ഇന്ത്യയിലെ പല ക്ഷേത്രങ്ങളിലും ഉണ്ട്. കർണാടകത്തിൽ ഒരു ക്ഷേത്രത്തിൽ അത് ഉണ്ടായിരുന്നു. പക്ഷെ അത് കുറച്ചതിൽ ഒരു എന്താ പറയുന്ന പ്രോബ്ലം ഉണ്ടായിരുന്നു. അതായത് ദളിത് കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ ബ്രാഹ്മണർ കഴിച്ച ഇലയെ കൂടെ ഉരുളുന്ന പരിപാടിയായിരുന്നു. അപ്പോൾ അവിടെ കാസ്റ്റിസം ഉണ്ട്. അതുകൊണ്ട് സുപ്രീം കോടതി അത് ബാൻ ചെയ്തായിരുന്നു കർണാടകത്തിലെ ക്ഷേത്രത്തിൽ. കഴിഞ്ഞ വർഷം കൊണ്ടാണ് ബാൻ ചെയ്യുന്നത്. പക്ഷെ തമിഴ്നാട്ടിലെ ക്ഷേത്രത്തിൽ ഇതുപോലെ ഇത് ബാൻ ചെയ്തപ്പോൾ ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരാൾ കോടതിയിൽ പോയപ്പോൾ തമിഴ്നാട്ടിലെ ഹൈക്കോർട്ട്, മദ്രാസ് ഹൈക്കോർട്ടിന്റെ വിധി വന്നു, ഇത് ചെയ്യാം, അത് ബിലീഫിന്റെ ഭാഗം ആണ് എന്ന്. കാരണം അവിടെ ഒരു കാസ്റ്റിസം ആംഗിൾ ഇല്ല. കാര്യം അവിടെ എല്ലാവർക്കും ഉരുളാം. ഈ അവിടുത്തെ വിശ്വാസികൾ കഴിച്ച ഇലയുടെ മുകളിൽ കൂടെ ആർക്കും ഉരുളാം, അല്ലാതെ ദളിതർ ഉരുളണം അങ്ങനെയൊന്നും അല്ല. അതുകൊണ്ട് തന്നെ ഇത് ബിലീഫിന്റെ ഭാഗമാണ് എന്നുള്ള രീതിയിലൊരു വിധി വന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ആർട്ടിക്കിൾ വന്നേക്കുന്നത്. അപ്പൊ ബിലീഫ് എന്ന് പറയുന്ന സംഭവം ഓരോരുത്തർക്ക് അവരുടെ വിശ്വാസങ്ങൾ അനുസരിച്ച് വിശ്വാസമായിട്ട് മുന്നോട്ട് പോകാനും
ഒക്കെയുള്ള റിലീജിയസ് ഫ്രീഡം നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 25 ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആർട്ടിക്കിൾ 25 നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ടല്ലോ, ആർട്ടിക്കിൾ 12 to 35 വരുന്ന ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ അകത്താണ് ഈ ഒരു നമ്മളുടെ റിലീജിയസ് ബിലീഫ് ഫോളോ ചെയ്യാനും പ്രൊപ്പഗേറ്റ് ചെയ്യാനൊക്കെ ഉള്ള അവകാശം നമുക്ക് തരുന്നത്. പക്ഷെ അപ്പോഴും ഇദ്ദേഹം പറയുന്നത് ബിലീഫ് എന്ന് പറയുന്നതിന്റെ ഭാഗമായിട്ട് ഒരുപാട് റിച്വൽസും കാര്യങ്ങളൊക്കെയാണ്. ഈ റിച്വൽസ് ഫണ്ടമെന്റലി ആ റിലീജിയന്റെ ഭാഗമാണോ എന്നാണ് ആദ്യം ചെക്ക് ചെയ്യേണ്ടത്, അതോ ഒരു സൂപ്പർസ്റ്റീഷ്യസ് ബിലീഫ് ആണോ എന്നുള്ള കാര്യം ആണ് ചെക്ക് ചെയ്യേണ്ടത്, ഏത് കാര്യമായിരുന്നാലും. അപ്പൊ ഈ പറഞ്ഞ ഈ ഉരുളലും അങ്ങനെയുള്ള സംഭവമൊക്കെ ഹിന്ദുയിസത്തിന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഹിന്ദുയിസമായിട്ട് ബന്ധപ്പെട്ട കാസ്റ്റുകളുടെ ഫൗണ്ടേഷൻ കാലഘട്ടം തൊട്ടേ ഉള്ള ഒരു എസെൻഷ്യൽ പ്രാക്ടീസ് ആണോ, അതാണ് അതിന്റെ കറക്റ്റ് വാക്ക് എന്ന് പറയുന്നത്. എസെൻഷ്യൽ പ്രാക്ടീസ് ആണോ, അതില്ലെങ്കിൽ ആ ഒരു മതത്തിൽ ഫോളോ ചെയ്യുന്ന ആൾക്കാരുടെ നിലനിൽപ്പ് അപകടത്തിലാവുന്ന രീതിയിൽ അതൊരു എസെൻഷ്യൽ പ്രാക്ടീസ് ആണോ. ഇസ്ലാമിൽ ബുർഖ എസെൻഷ്യൽ പ്രാക്ടീസ് ആണെന്ന് കുറെ പേര് പറയുന്നുണ്ട്. കുറെ പേര് ഇതിൻ്റെ അകത്ത് പറഞ്ഞ എസെൻഷ്യൽ പ്രാക്ടീസ് അല്ലെന്നാ ബുർഖ. അതുപോലെ താടി വളർത്തൽ എസെൻഷ്യൽ പ്രാക്ടീസ് ആണ് ഇസ്ലാമിൽ എന്ന് കുറെ പേര് പറയുന്നുണ്ട്. എസെൻഷ്യൽ പ്രാക്ടീസ് അല്ല എന്നാണ് ഈ ഇടയ്ക്ക് കോടതി വിധിച്ചത്. ഈ ഇടയ്ക്കല്ല, കുറച്ചു കാലമായി കോടതി ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, മുസ്ലിം പോലീസ് ഉദ്യോഗസ്ഥൻ ബേഡ് വെച്ച് വർക്ക് ചെയ്യുള്ളൂ പറഞ്ഞു. പക്ഷെ കോടതി പറഞ്ഞു പറ്റൂല, അത് എസെൻഷ്യൽ പ്രാക്ടീസ് അല്ല. ഇദ്ദേഹം ഇതിൽ എസെൻഷ്യൽ ഇദ്ദേഹം ഈ ഒരു ഫൈസാൻ മുസ്തഫ, അദ്ദേഹം ഒരു മുസ്ലിമാണ്. അപ്പം അദ്ദേഹം പറഞ്ഞാൽ അത് എസെൻഷ്യൽ പ്രാക്ടീസ് അല്ല, ഖുറാനിൽ അത് എസെൻഷ്യൽ പ്രാക്ടീസ് ആയിട്ട് എഴുതിയിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞോണ്ടത് ഹിന്ദുയിസത്തിലും ക്രിസ്ത്യാനിറ്റിയിലും ഇസ്ലാമിലും ജുദായിസത്തിലും എല്ലാത്തിലും എസെൻഷ്യൽ പ്രാക്ടീസസ് ഉണ്ട്. ആ എസെൻഷ്യൽ പ്രാക്ടീസസിനെ മാത്രമേ സ്ട്രിക്ട്ലി ഫോളോ ചെയ്യാൻ ഈ ആർട്ടിക്കിൾ 25 അനുസരിച്ചുള്ള ഫണ്ടമെന്റൽ റൈറ്റ് കൊടുക്കാവുള്ളൂ. അതല്ലാതെ എസെൻഷ്യൽ പ്രാക്ടീസ് അല്ലാത്ത മറ്റു കാര്യങ്ങളെല്ലാം സൂപ്പർസ്റ്റിഷൻ ആയിരിക്കും, സൂപ്പർസ്റ്റിഷ്യസ് ബിലീഫ്സ് ആയിരിക്കും, അതിനങ്ങനെ വലിയ പ്രാധാന്യം കൊടുക്കരുത് എന്നുള്ള കാര്യമാണ്. അപ്പൊ ഇവിടെ മദ്രാസ് ഹൈക്കോടതി വിധിയിൽ ഉണ്ടായിട്ടുള്ള ഒരു പ്രശ്നമായിട്ട് പറഞ്ഞു, ഇതൊരു സൂപ്പർസ്റ്റിഷൻ ആണെന്ന് അദ്ദേഹം പറയുന്നില്ല, സൂപ്പർസ്റ്റിഷൻ ആണോ എന്ന് കോടതി ചെക്ക് ചെയ്തില്ല എന്ന് പറഞ്ഞേക്കുന്നത്. അങ്ങനെ ചെക്ക് ചെയ്തിട്ട് സൂപ്പർസ്റ്റിഷ്യസ് ബിലീഫ് ആണോ എന്ന് ചെക്ക് ചെയ്തിട്ട് വേണമായിരുന്നു ഈ ഒരു വിധി പറയാനെന്നുള്ള കാര്യം. എന്നിട്ട് അദ്ദേഹം കുറെ കോടതി വിധികളൊക്കെ എടുത്ത് ഓരോരോ പല കാലഘട്ടത്തിലോട്ട്, ഞാൻ പറഞ്ഞ ബിയേഡിന്റെ വെക്കുന്നതിന്റെയും പിന്നീട് പർദ്ദയുടെയും ഒക്കെ ഓരോരോ കോടതി വിധികളൊക്കെ പല കാലഘട്ടത്തിലുണ്ടായതൊക്കെ എടുത്ത് ഈ എസെൻഷ്യൽ പ്രാക്ടീസും സൂപ്പർസ്റ്റിഷ്യസ് ബിലീഫും തമ്മിൽ കോടതി ഡിസ്ക്രിമിനേറ്റ് ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചൊക്കെ അദ്ദേഹം പ്രതിപാദിച്ചിരിക്കുന്നു. അത്രേ ഉള്ളൂ. അപ്പൊ അതിൽ കോൺസ്റ്റിറ്റ്യൂഷന്റെ പല ആർട്ടിക്കിൾസിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. ആർട്ടിക്കിൾ 19 കുറിച്ച് പറയുന്നുണ്ട്. ആർട്ടിക്കിൾ 19 ഫണ്ടമെന്റൽ ഫ്രീഡംസ് ഉണ്ട്. ആർട്ടിക്കിൾ 19 ഫണ്ടമെന്റൽ ഫ്രീഡംസ് ആണല്ലോ നമ്മുടെ മെയിൻ ആയിട്ടുള്ളത്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ അകത്ത് ആർട്ടിക്കിൾ 19 ഉണ്ട്. ആർട്ടിക്കിൾ 19 ഫണ്ടമെന്റൽ ഫ്രീഡംസ് ആണ്. പക്ഷെ അതിന്റെ അകത്തല്ല നമ്മളുടെ ഫ്രീഡം ടു ബിലീവ് ഇൻ റിലീജിയനോ അല്ലെങ്കിൽ പ്രൊപ്പഗേറ്റ് ഓർ റിലീജിയനോ കൊടുത്തേക്കുന്നത് സെപ്പറേറ്റ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. അപ്പം പല കാര്യങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട ചില കോൺട്രഡിക്ഷൻസിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ അതൊക്കെയാണ്. അങ്ങനെ കുറച്ച് കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾസ് ഒക്കെ അതിൽ വരുന്നുണ്ട്. വേണമെങ്കിൽ നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. ആർട്ടിക്കിൾ 21 അവിടെ റെഫർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതൊക്കെയാണ്. ഇത് താഴോട്ട് വരുമ്പോ ദ സ്പെക്ടർ ഓഫ് നിയോ ഫാസിസം ദാറ്റ് ഈസ് ഹോണ്ടിങ് യൂറോപ്പ് എന്നൊരു ആർട്ടിക്കിൾ ആണ്. ദ സ്പെക്ടർ ഓഫ് നിയോ ഫാസിസം ദാറ്റ് ഈസ് ഹോണ്ടിങ് യൂറോപ്പ് എന്ന് പറഞ്ഞൊരു ആർട്ടിക്കിൾ. ഇത് ഞാൻ കഴിഞ്ഞ 1-2 ദിവസമായിട്ട് പറയുന്ന കാര്യങ്ങളാണ്. ഞാൻ കഴിഞ്ഞ എനിക്ക് തോന്നുന്നു ഒരാഴ്ചക്കകത്ത് 1-2 തവണ ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. യൂറോപ്പ് മാത്രമൊന്നും അല്ലത്. യൂറോപ്പിൽ ഇപ്പോൾ അതൊരു പുതിയൊരു പ്രതിഭാസം ഒന്നേ ഉള്ളൂ. സൗത്ത് അമേരിക്കയിലും ഏഷ്യയിലും ഇപ്പോൾ യൂറോപ്പിൽ മുമ്പ് അങ്ങനെ അല്ലായിരുന്നത് കൊണ്ട് അതൊരു പുതുമയാണെന്നേ ഉള്ളൂ. പതുക്കെ റൈറ്റ് വിങ് ഫോഴ്സസ് വളരെയധികം ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. ചില രാജ്യങ്ങളിൽ എക്സ്ട്രീം റൈറ്റ് വിങ് ഫോഴ്സസ്. ഇപ്പൊ ഫ്രാൻസിന്റെ കാര്യം പറയുകയാണെങ്കിൽ മരിൻ ലീ പെൻ എന്ന് പറഞ്ഞ അവിടുത്തെ മെയിൻ ഒപ്പോസിഷൻ ലീഡർ മരിൻ ലീ പെൻ, അവരുടെ പേരൊന്നും ഇപ്പൊ പഠിക്കണ്ട, ജസ്റ്റ് പറഞ്ഞുള്ളൂ. അവരിപ്പോ അവിടെ ജസ്റ്റ് ഒരു ഒപ്പോസിഷൻ ലീഡർ മാത്രമാണ്. അവരൊരു എക്സ്ട്രീം റൈറ്റ് ആയിട്ടുള്ള ഒരു ലീഡറാണ്. എക്സ്ട്രീം റൈറ്റ്, തീവ്ര വലതുപക്ഷം. ഇനി ജോർജിയ മെലോഡി ഇറ്റലി, അവരും ഒരുവിധമൊക്കെ എക്സ്ട്രീം റൈറ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. അവർ ഫാസിസത്തിന്റെ ആ ഒരു ഇതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളുന്ന ഒരു പാർട്ടിയാണ്. ഈവൻ മെറിൻ ലീ പെന്നും അവരുടെ പാർട്ടിയുടെ ഇൻസ്പിറേഷൻ ഈസ് ഫ്രം ഫാസിസം. ഓക്കെ, ബെനിറ്റോ മുസോളിനിയുടെ ഫാസിസ്റ്റ് ഐഡിയാസിൽ നിന്നാണ് അവരൊക്കെ പ്രചോദനം ഉൾക്കൊള്ളുന്നത്. ഇനി വേറെ പല രാജ്യങ്ങളും, സ്വീഡൻ പതുക്കെ റൈറ്റ് ടേൺ അവിടെ ഉണ്ടായി. നെതർലാൻഡ്സ്, അതുപോലെ എന്ന് വെച്ചാൽ അവിടെയൊക്കെ എല്ലായിടത്തും റൈറ്റ് വിങ് ഫോഴ്സസ് ആണ് ഭരിക്കുന്നതല്ല. പതുക്കെ അവിടെ ഭയങ്കര ഇൻഫ്ലുവൻസ് ഉണ്ടായിക്കൊണ്ടിരിക്കുക. അടുത്ത 1-2 ഇലക്ഷൻ കഴിയുമ്പോഴത്തേക്ക് അവർ വേണമെങ്കിൽ അവിടുത്തെ ഭരണം പിടിച്ചെടുക്കാം.
വളരെ ലിബറൽ ആയിട്ടുള്ള ഐഡിയാസ് ഫോളോ ചെയ്തുകൊണ്ടിരുന്ന ഒരിക്കൽ ഒന്നുകിൽ ലെഫ്റ്റിസ്റ്റ് അല്ലെങ്കിൽ സെൻട്രിസ്റ്റ് പാർട്ടികൾ ഭരിച്ചുകൊണ്ടിരുന്ന രാജ്യങ്ങൾ പലതും പതുക്കെ റൈറ്റ് വിങ്ങിലേക്ക് ചായുന്ന പുതിയൊരു പ്രതിഭാസം. ഇപ്പൊ ഫ്രാൻസ് എടുക്കുകയാണെങ്കിൽ ഫ്രാൻസ് എപ്പോഴും ഭരിച്ചുകൊണ്ടിരുന്നത് ഒന്നുകിൽ ലെഫ്റ്റിസ്റ്റ് അല്ലെങ്കിൽ സെൻട്രിസ്റ്റ് ആയിരുന്നു. ഇപ്പൊ ഫ്രാൻസിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റായ ഇമാനുവൽ മാക്രോൺ സെൻട്രിസ്റ്റ് ലീഡറാണ്. സെൻട്രിസ്റ്റ് മീൻസ് ഇവിടുത്തെ കോൺഗ്രസിനൊക്കെ പോലെ, ലെഫ്റ്റും അല്ല റൈറ്റും അല്ല, മനസ്സിലായോ? അപ്പം അവരൊക്കെ പതുക്കെ എന്തുകൊണ്ട് ഈ പറഞ്ഞ റൈറ്റിസ്റ്റ് വേയിലേക്ക് മാറുന്നു? അതിന് പ്രൈം റീസൺ ആയിട്ട് പറയുന്ന ഒരു കാര്യം ഇമിഗ്രേഷൻ ആണ്. ആന്റി ഇമിഗ്രേഷൻ സ്റ്റാൻഡ്. ഇമിഗ്രേഷൻ കാര്യം എന്ന് വെച്ചാൽ പല ആൾക്കാരും ഇല്ലീഗലായിട്ട് ബോട്ടില് പിന്നീട് ഇപ്പം ബ്രിട്ടനിലേക്ക് അത് ഋഷി സുനാകിന്റെ പരാജയത്തിൽ കലാശിച്ച വേറൊരു സംഭവം, ഈ ബോട്ടുകളിൽ ഇംഗ്ലീഷ് ചാനൽ കടന്ന് ബ്രിട്ടനിലേക്ക് അസൈലം തേടി വരുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അവരെ പിടികൂടിയിട്ട് റുവാണ്ടയിലേക്ക് അയക്കാൻ. റുവാണ്ട is an African country. Rwanda is ready to accept these illegal immigrants to UK. Rwanda and UK made an agreement for accepting these illegal immigrants from UK. Based on that, Rishi Sunak was actually sending those illegal immigrants അല്ലെങ്കിൽ asylum seekers to Rwanda. അപ്പം അത് പോലും അത് ആക്ച്വലി ആന്റി ഇമിഗ്രന്റ് സ്റ്റാൻഡാണ് അവിടുത്തെ മറ്റ് പല പാർട്ടികളും എടുക്കുന്നതെങ്കിലും ഋഷി സുനാകിന്റെ ഈ ഒരു പദ്ധതി ഈ ലേബർ പാർട്ടിയൊക്കെ അവിടെ ശക്തമായിട്ട് എതിർത്തിരുന്നു. അതും അദ്ദേഹത്തിന്റെ പരാജയത്തിന് കാരണം. എന്തായാലും അതൊക്കെ പോട്ടെ. ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന യൂറോപ്പിൽ ആകമാനം, ഇപ്പം ജർമ്മനി എടുത്താലും അയർലൻഡ് എടുത്താലും UK എടുത്താലും എല്ലായിടത്തും ഈ ഇല്ലീഗലായിട്ടുള്ള ഇമിഗ്രൻസിനെ കടന്നുവരുന്നുണ്ട്. അവര് നമ്മളുടെ ലോക്കൽ റിസോഴ്സസ് ഒക്കെ ഉപയോഗിച്ച് അവിടെ പതുക്കെ ശക്തരാവുന്നൊന്നും ഇവരുടെ റിസോഴ്സസ് അവർക്ക് വേണ്ടി വീതിക്കപ്പെടേണ്ടി വരുന്നുള്ള ഒരു ഫീലിംഗ് അവിടുത്തെ ജനറൽ പോപ്പുലേഷൻ്റെ ഇടയിലുണ്ട്, അവിടുത്തെ ഒറിജിനൽ ആയിട്ടുള്ള അവിടുത്തെ ഇൻഹാബിറ്റൻസിന്റെ ഇടയിൽ. അപ്പം ആ ആന്റി ഇമിഗ്രന്റ് സ്റ്റാൻഡ് ഒരു കാരണമാവുന്നുണ്ട്. അങ്ങനെ സെനോഫോബിയ എന്നും പറയുമല്ലോ, മറ്റ് ഇത്തരത്തിലുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെയുള്ള ആൾക്കാരുടെ വരവിനെ എതിർക്കുന്ന ഒരു ഇതാണ് സെനോഫോബിയ എന്നുള്ള വാക്കുകൊണ്ട് അത് യൂസ് ചെയ്യുന്നു. അതവിടെ പടർന്നു പിടിക്കുന്നു. രണ്ടാമത് ഈ കോസ്റ്റ് ഓഫ് ലിവിംഗ് ക്രൈസിസ്. ഞാൻ ഈ പറഞ്ഞ യുക്രൈൻ റഷ്യ വാർ പോലുള്ള പ്രോബ്ലം ഒക്കെ ഉണ്ടാകുമ്പോൾ ലോകത്ത് എസെൻഷ്യൽ മെറ്റീരിയൽസിന് എസ്പെഷ്യലി അത് യൂറോപ്പിനാണ് ഏറ്റവും കൂടുതൽ ബാധിച്ചുണ്ടായ വർധനവും മൂലം, പിന്നെ കോവിഡ് സമയത്ത് പ്രോപ്പറായിട്ട് എക്കോണമി മാനേജ് ചെയ്യാത്തതുകൊണ്ടൊക്കെ ഉണ്ടായ കോസ്റ്റ് ഓഫ് ലിവിംഗ് ക്രൈസിസ്. അപ്പം അത് അവിടുത്തെ സെൻട്രിസ്റ്റ് ലെഫ്റ്റിസ്റ്റ് എക്കണോമിക് പോളിസീസ് കൊണ്ടാണ് ഉണ്ടാകുന്ന റൈറ്റ് വിങ് പൊളിറ്റിക്സ് കൊണ്ട് മാത്രമേ ഈ പ്രോബ്ലം മറികടക്കാൻ പറ്റുള്ളൂ എന്ന് ജനറലി ഒരു ആൾക്കാരുടെ ഇടയിൽ ഉണ്ടാകുന്ന ഒരു ബിലീഫ്. അതായത് നേഷൻ ഫസ്റ്റ് എന്നുള്ള ഒരിതാണ്, അല്ലെങ്കിൽ നാഷണലിസം പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ഈ റൈറ്റ് വിങ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. മനസ്സിലായി? അപ്പൊ ആ ഒരു റൈറ്റ് വിങ് പൊളിറ്റിക്സ് കൊണ്ട് മാത്രമേ ഈ നേഷന്റെ ഇൽ വിൽസിന് പിന്നീട് മറികടക്കാൻ പറ്റുന്നുള്ള ഒരു വിശ്വാസമാണ് ഈ പറഞ്ഞ മറ്റൊരു കാര്യം. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇത് രണ്ടോടും മെയിനായിട്ട് ഇൻഫ്ലേഷൻ പോലുള്ള പ്രോബ്ലംസ് ഇങ്ങനെയുള്ള കാര്യം. പിന്നെ അവിടെ വേറൊരു കാര്യമുണ്ട്, യൂറോപ്യൻ യൂണിയൻ എന്ന് പറഞ്ഞ കോൺസെപ്റ്റിന് എഗെയിൻസ്റ്റ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അവിടുത്തെ പല രാജ്യങ്ങളും, അല്ലെങ്കിൽ അവിടുത്തെ പല രാജ്യങ്ങളിലെയും പല ഇതുപോലുള്ള റൈറ്റ് വിങ് പാർട്ടീസിന്റെയും ലീഡേഴ്സ്. അതുകൊണ്ടാണ് യൂറോപ്യൻ യൂണിയനിൽ പല ഇപ്പം ബ്രിട്ടൻ തന്നെ ബ്രെക്സിറ്റ് നടത്തിയില്ല, അതുപോലെ പല രാജ്യങ്ങളും ഒറ്റയ്ക്കൊറ്റയ്ക്ക് നിൽക്കണം, യൂറോപ്യൻ യൂണിയന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന അവരുടെ ഡെവലപ്മെന്റിന്റെ കൈയും കാലും കെട്ടിയിടുന്നതിന് തുല്യമാണെന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗമുണ്ട്. അതൊക്കെ കൊണ്ട് അവിടെ റൈറ്റ് വിങ് ഫോഴ്സസിന്റെ ശക്തി കൂടിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ അതിനെങ്ങനെ പ്രതിരോധിക്കണം എന്നൊക്കെയാണ് ഈ ആർട്ടിക്കിളിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് പേജ് അത് വേണ്ട, ഗ്രൗണ്ട് സീറോ. അതാണ് ഗ്രൗണ്ട് സ്പോട്ട്ലൈറ്റ് അല്ല, ഗ്രൗണ്ട് സീറോ ആണ് ആ പേജ് വരുന്നത്. ഇനി നമ്മളുടെ കുഞ്ഞു കുഞ്ഞു കറണ്ട് അഫയേഴ്സ് കാര്യങ്ങളിലേക്ക്. മോഡിയുടെ വിസിറ്റ് ടു റഷ്യ പ്യൂർലി ബയലാട്രൽ. ഈ പ്യൂർലി ബയലാട്രൽ എന്ന് പറയാൻ കാര്യം, ഞാൻ ഇന്നലെ നിങ്ങളുടെ അടുത്ത് മോഡിയും പുട്ടിനും തമ്മിൽ ടോക്സ് നടത്തുന്ന അതേ സമയത്ത് നാറ്റോയുടെ മീറ്റിംഗ്, ഞാൻ ഇന്നലെ പറഞ്ഞൊരു തെറ്റുണ്ട്, നാറ്റോ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷന്റെ മീറ്റിംഗ് ബ്രസൽസിൽ വെച്ച് നടക്കുന്ന ഞാൻ പറഞ്ഞു. ബ്രസൽസ് ആണ് നാറ്റോയുടെ ഹെഡ് ക്വാർട്ടേഴ്സ്, പക്ഷെ അവിടെ അല്ല, US വെച്ചാണ് നടക്കുന്നത്. നാറ്റോയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യം USA ആണല്ലോ, അപ്പൊ അവിടെ വെച്ചാണ് മീറ്റിംഗ് നടക്കുന്നത്. അതേ സമയത്ത് തന്നെ മോഡി പുട്ടിനുമായിട്ട് മീറ്റിംഗ് നടത്തുമ്പോൾ നാറ്റോയുടെ എന്തെങ്കിലും മെസ്സേജ് പുട്ടിന് പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ എന്നൊക്കെ ഒരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ത്യയുടെ ഫോറിൻ സെക്രട്ടറി വിനയ് ക്വാത്ര എന്നുള്ള പേരിട്ട് പഠിക്കേണ്ട, ഈസ് ഗോയിങ് ടു റിട്ടയർ ഇൻ, പഠിക്കേണ്ടെന്ന് വെച്ചാൽ ഒരു മാസം കൂടെ ഹി വിൽ ബി ദർ, ആൻഡ് ആഫ്റ്റർ ദാറ്റ് വിക്രം മിശ്രി വിൽ ബിക്കം ദ ഫോറിൻ സെക്രട്ടറി ഓഫ് ഇന്ത്യ, വിക്രം മിശ്രി. ഓക്കെ, അപ്പം അതുകൊണ്ട് അത് അത്ര പ്രാധാന്യം കൊടുത്ത് പഠിച്ചു. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതുമായിട്ട് യാതൊരു കണക്ഷനും ഇല്ല. ഇറ്റ് ഈസ് എ പ്യൂർലി ബയലാട്രൽ മാറ്റർ. ഇന്ത്യ ആൻഡ് റഷ്യ is going to discuss the relationship between the two countries, the commerce between the two countries, the defense relationship between the two countries, people to people contact between the two countries. That is only the things going to be discussed between the leaders of India and Russia, that is Putin and Modi. Allada, it has no direct or indirect connection with the meeting happening
ഇൻ USA ഓഫ് നാറ്റോ. ഓക്കെ, അപ്പോൾ അതുമായിട്ടൊരു ബന്ധമില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞേക്കുന്നത്. അപ്പോൾ എന്തായാലും 22ാമത് ആനുവൽ സമ്മിറ്റ് ആണ്, ഇന്ത്യ റഷ്യ 22ാമത് ആനുവൽ സമ്മിറ്റ് ആണ് ഇപ്പോൾ റഷ്യയിൽ വെച്ച് നടക്കാൻ പോണത്. അപ്പൊ അതില് ഇന്ത്യയുടെയും റഷ്യയുടെയും ഇടയിലെ ട്രേഡിന്റെ എമൗണ്ടിനെ കുറിച്ച് പറഞ്ഞത് $60 ബില്യൺ ട്രേഡാണ് രണ്ട് രാജ്യങ്ങളുടെ ഇടയിൽ നടക്കുന്നത്. അത് മെയിൻലി ഓയിലാണ്. റഷ്യക്കാണ് നമ്മൾ കൂടുതൽ കാശ് കൊടുക്കുന്നത്. റഷ്യയുടെ കയ്യിൽ നിന്ന്, ഇന്ത്യയുടെ കയ്യിൽ നിന്ന് കുറച്ച് സാധനങ്ങളെ റഷ്യ എക്സ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ ഒരു ട്രേഡ് ഇംബാലൻസ് ഉണ്ട് ഇന്ത്യക്ക് റഷ്യക്ക് ഇടയിൽ. ട്രേഡ് ഇംബാലൻസ് മീൻസ് റഷ്യയുടെ ഏതാണ്ട് $60 ബില്യൺ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ റഷ്യ നമ്മളെ നിന്ന് മേടിക്കുന്നത് വെറും $4 ബില്യൺ സാധനമാണ്. അത് റഷ്യയുടെ മിസ്റ്റേക്ക് അല്ല, കാരണം നമ്മൾ ഈ ഇടയ്ക്ക് ഓയിൽ പർച്ചേസ് റഷ്യയുടെ കയ്യിൽ നിന്ന് ഭയങ്കരമായിട്ട് കൂട്ടിയതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. പിന്നെ റഷ്യക്ക് വേറൊരു ഡിസ്റ്റിങ്ഷൻ ഉണ്ട്. ഇന്ത്യ ഒരുപാട് രാജ്യങ്ങളുമായിട്ട് ന്യൂക്ലിയർ അഗ്രിമെന്റ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഇന്ത്യയിൽ ന്യൂക്ലിയർ റിയാക്ടേഴ്സ് സ്ഥാപിക്കാൻ അവസരം കിട്ടിയ only one foreign country is Russia. India made nuclear relationship with many countries. India made nuclear agreements with USA, Russia, Canada, Australia, Kazakhstan, Nigeria, many countries India made, Japan. So India has this nuclear agreement with many countries, but India gave agreement for constructing nuclear reactors inside India for only one country, that is Russia. They built 2 reactors in Kudankulam, Tamil Nadu. അപ്പോൾ റഷ്യയാണ് ഇത് ചെയ്തത്. അതും വേറൊരു പ്രത്യേകതയാണ്. അപ്പോൾ അവിടെ ഇനിയും ഫർദർ ഡെവലപ്മെന്റ് ഒക്കെ വരുന്നുണ്ട്, അതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതൊക്കെയാണ് ഇതിൽ പറയുന്നത്. ഇനി ഇൻഡോ റഷ്യൻ വെഞ്ചർ ഡെലിവേർഡ് 35,000 അസാൾട്ട് റൈഫിൾസ് ടു മിനിസ്ട്രി ഓഫ് ഡിഫൻസ് എന്ന് പറയുന്നൊരു ന്യൂസ് കാണാം. ഇന്ത്യയും റഷ്യയും ചേർന്ന് പല ഡിഫൻസ് പ്രൊജക്ടുകളുണ്ട്. ബ്രഹ്മോസ് അത്തരത്തിലുള്ള പ്രൊജക്റ്റാണ്. ബ്രഹ്മപുത്ര, മോസ്കോ, ഇങ്ങനെ രണ്ട് ബ്രഹ്മപുത്ര ഇന്ത്യയുടെ റിവർ, മോസ്കോവ റഷ്യയുടെ റിവർ. ഈ രണ്ട് റിവേഴ്സിന്റെയും കൂടെ ആദ്യ ആക്ഷനിൽ കൂട്ടിച്ചേർത്താണ് ബ്രഹ്മോസ് എന്ന് പറഞ്ഞ വേൾഡിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ ഉണ്ടാക്കിയത്. സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലായ ബ്രഹ്മോസ് ഈസ് എ ജോയിന്റ് വെഞ്ചർ ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് റഷ്യ. ഓക്കെ, അപ്പം അതുപോലെ ഇന്ത്യയിൽ ഇപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം AK എന്ന് പറയുന്ന തോക്ക്. AK-47 എല്ലാവരും കേട്ടിട്ടുള്ള, പക്ഷേ AK-47 ഒക്കെ ഇപ്പം വെറും കളിപ്പാട്ടമാണ്. AK-203 ആണ് ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ്, ഏറ്റവും വേൾഡിലെ ഫേമസ് ആയിട്ടുള്ള മെഷീൻ ഗൺ എന്ന് പറയുന്നത്. ഇത് റഷ്യൻ മെയ്ഡാണ്. ആന്റൺ കലാഷ്നിക്കോവ് എന്ന് പറയുന്ന ആളാണ് ഈ ഒരു എയുടെ എക്സ്പാൻഷൻ എനിക്ക് അത്ര ഓർമ്മയില്ല. കലാഷ്നിക്കോവ് ആണ്. ഈ കലാഷ്നിക്കോവ് എന്ന് പറയുന്ന ആളാണ് ഇത് ഉണ്ടാക്കിയത്. അങ്ങനെയാണ് അതിന്റെ പേര് അങ്ങനെ വന്നത്. ഇപ്പൊ ഉത്തർപ്രദേശിലെ അമേഠിയില് ഈ AK-203 ഗൺസ് ഉണ്ടാക്കാനുള്ള ഫാക്ടറി റഷ്യ ഉണ്ടാക്കി. ഇന്ത്യയുമായിട്ടുള്ള ജോയിന്റ് വെഞ്ചറാണ്. അവിടെ നിന്ന് 35,000 ഗൺസ് ഇപ്പം ഉണ്ടാക്കി കഴിഞ്ഞ എന്നൊരു ന്യൂസ് കാണാം. അതുപോലെ വേറൊരു വലിയ ന്യൂസ് ഉള്ളതെന്ന് വെച്ചാൽ at 1.27 lakh crore ഡിഫൻസ് പ്രൊഡക്ഷൻ രജിസ്റ്റേർഡ് ന്യൂ ഹൈ ഇൻ 2023-24 സൈസ് സെന്റർ എന്നൊരു ന്യൂസ് കാണാം. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഡിഫൻസ് പ്രൊഡക്ഷൻ ഡീൽ കഴിഞ്ഞ വർഷം നടന്നു. 1.27 lakhs crores ഡിഫൻസ് പ്രൊഡക്ഷൻ. പബ്ലിക് സെക്ടർ കമ്പനികളാണ് മെയിൻലി മാനുഫാക്ചർ, ഒരു 20% പ്രൈവറ്റ് സെക്ടർ കമ്പനികളും. ഞാൻ ഇന്നലെ ബിജു നായർ ഫാക്ട് ചെക്സ് എന്ന് പറയുന്ന മറ്റേ യൂട്യൂബ് ചാനൽ ഞാൻ ഒരു വീഡിയോ ഇട്ടു, ബിജു നായർ ഫാക്ട് ചെക്സിൽ. അതിലിട്ടത് ഒത്തിരി നല്ല വ്യൂ ഒക്കെ കിട്ടി. അതായത് 3 വർഷം മുമ്പ് ഒരു ഗവൺമെന്റ് കമ്പനിയുടെ ഷെയറിൽ നിങ്ങൾ 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ 3 വർഷം കഴിഞ്ഞപ്പോൾ ഇപ്പൊ അത് 25 ലക്ഷം രൂപയാണ്. 25 ടൈംസ്. ആ കമ്പനിയുടെ പേര് മസഗോൺ ഡോക്ക് എന്നാണ്. ഈ മസഗോൺ ഡോക്ക് ഈസ് എ ഡിഫൻസ് കമ്പനി, ഡിഫൻസ് പബ്ലിക് സെക്ടർ യൂണിറ്റ്. If you look at the share market performance of defense public sector unit, each and every public sector defense companies are performing magnificently. If you take the example of Kerala based defense company Cochin Shipyard, അവർ നേവൽ ഷിപ്പുകൾ ഉണ്ടാക്കുന്ന കമ്പനി ആയതുകൊണ്ടാണ് കേരള ബേസ്ഡ് ഡിഫൻസ് കമ്പനി ഞാൻ പറഞ്ഞത്. അവർ തന്നെ ഒരു 7 to 8 ടൈംസ്, അതായത് 1 ലക്ഷം രൂപ 2-3 വർഷം അവധി ഇട്ടിരുന്ന ഇപ്പോൾ 8 ലക്ഷം ഒക്കെ ആയാലും. അങ്ങനെയെല്ലാം കാര്യം എന്താണ്? ഓൺലി ബിക്കോസ് ഓഫ് ദിസ് തിങ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഈസ് ഗിവിംഗ് മാക്സിമം ത്രസ്റ്റ് ടു ഡിഫൻസ് പ്രൊഡക്ഷൻ ഇൻസൈഡ് ഇന്ത്യ, ദാറ്റ് ടു ത്രൂ PSUs, പബ്ലിക് സെക്ടർ യൂണിറ്റ്സ്. മുമ്പ് അങ്ങനെയല്ല, എല്ലാം വെളിയിൽ നിന്ന് മേടിക്കുകയാണ്. ഇപ്പൊ അങ്ങനെയല്ല. നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കി, എത്രയും ലക്ഷം കോടിയുടെ ഡിഫൻസ് പ്രൊഡക്ഷൻ ആണ് നമ്മൾ ഇന്ത്യയിൽ നടത്തിയത്. അതിൽ ഗവൺമെന്റിന്റെ ലക്ഷ്യം 2025 25,000 crores ഡിഫൻസ് എക്യുപ്മെന്റ്സ് എക്സ്പോർട്ട് ചെയ്യണമെന്നായിരുന്നു. 25,000 crores ഡിഫൻസ് എക്യുപ്മെന്റ് 2025 എക്സ്പോർട്ട് ചെയ്യണം. ഉറപ്പായിട്ടും പറ്റും. കാര്യം ഈ വർഷം തന്നെ നമ്മൾ
ഇവിടെ പറയുന്നുണ്ട് എക്സ്പോർട്ട് 21,083 ക്രോർ നമ്മൾ ടച്ച് ചെയ്ത് കഴിഞ്ഞു. ഈ വർഷം ആകുമ്പോൾ അത് മിക്കവാറും 2025 മുമ്പേ തന്നെ 2025 മുമ്പേ തന്നെ നമ്മൾ 25,000 ക്രോർ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതെല്ലാം ഇന്ത്യക്ക് സംഭവിക്കുന്ന നല്ല കാര്യങ്ങളാണ്. ഓക്കെ, പിന്നെ ജാർഖണ്ഡിൽ ഹേമന്ത് സോറൻ വീണ്ടും ചീഫ് മിനിസ്റ്റർ ആയതിനെ കുറിച്ച് അത് ഇന്നലെ പറഞ്ഞാണ്. നെക്സ്റ്റ് പേജിൽ പോകുമ്പോൾ NCW വേറെ ഒന്നും നമുക്ക് ആവശ്യമുള്ളതല്ല, അവർക്ക് പൊളിറ്റിക്സ് ആയി. ഈ പേജ് എല്ലാ ദിവസവും പൊളിറ്റിക്സ്, അതുകൊണ്ട് ഞാൻ കൂടുതൽ ഡിസ്കസ് ചെയ്യില്ല. NCWനെ കുറിച്ച് അറിഞ്ഞിരിക്കുക, നാഷണൽ കമ്മീഷൻ ഫോർ വിമൻ. NCW നാഷണൽ കമ്മീഷൻ ഫോർ വിമന്റെ ചെയർപേഴ്സന്റെ പേര് ഇവിടെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ പറയാം. NCW നാഷണൽ കമ്മീഷൻ ഫോർ വിമന്റെ ചെയർപേഴ്സൺ രേഖ ശർമ്മയാണ്, രേഖ ശർമ്മ. നെക്സ്റ്റ് പേജിൽ പോകുമ്പോ അഗ്നിവീർ അറിയാമല്ലോ, അഗ്നിപത് സ്കീം വഴി സെലക്ട് ആവുന്ന പേഴ്സണൽസ്, അത് നേവി ആണെങ്കിലും എയർഫോഴ്സ് ആണെങ്കിലും ആർമി ആണെങ്കിലും അവരെയാണ് അഗ്നിവീർ എന്ന് പറയുന്നത്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസ് കാണാം. അസ്സാമിൽ ഫ്ലഡ് സിറ്റുവേഷൻ വീണ്ടും വേഴ്സണായി. അസ്സാമിലെ ഫ്ലഡ് സിറ്റുവേഷനെ കുറിച്ച് ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ 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 ഇവിടെ വേറെ ഒന്നും പറയാനില്ല. ASI എന്താണ്? ASI ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ പുരാവസ്തു വകുപ്പിനെയാണ് ASI ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. അതിനടുത്ത പേജിൽ പോകുമ്പോൾ ഇന്ത്യയിലെ ഫുഡ് ഇൻഫ്ലേഷൻ കൂടുന്നതിനെ കുറിച്ചുള്ള ന്യൂസ് കാണാം. ഫുഡ് ഇൻഫ്ലേഷൻ, അതുകൊണ്ട് നമ്മളുടെ ഫുഡ് പ്ലേറ്റിന്റെ പ്രൈസ് കൂടുന്നതിനെ കുറിച്ചൊക്കെ ഒരു ന്യൂസ് ആണ്. ഫുഡ് ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഫ്ലേഷൻ റീറ്റെയിൽ ഇൻഫ്ലേഷൻ ആണ്. ഇതാണ് RBI അവരുടെ മോണിറ്ററി പോളിസിയുടെ ബേസ് ആക്കിയിരിക്കുന്നത്. റീറ്റെയിൽ ഇൻഫ്ലേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് CPI വെച്ചാണ്, കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് വെച്ചാണ്. അതിന്റെ അകത്ത് ഏറ്റവും പ്രധാന കോൺട്രിബ്യൂഷൻ വരുന്നത് ഫുഡുമായിട്ട് ബന്ധപ്പെട്ട ഇൻഫ്ലേഷൻ ആണ്. ആ ഫുഡ് ഇൻഫ്ലേഷൻ ഇന്ത്യയിൽ കൂടുതലാണ്. Retail inflation is within the limit. Total retail inflation is within the limit. It is less than 5% ആണ്. മനസ്സിലായ? പക്ഷേ അതിന്റെ അകത്തുള്ള ഫുഡ് ഇൻഫ്ലേഷന്റെ കോൺട്രിബ്യൂഷൻ ഈസ് വെരി ഹൈ. അതിനെ കുറിച്ചുള്ള ഒരു ആർട്ടിക്കിൾ. ഫുഡ് ഇൻഫ്ലേഷൻ കൂടിയ ബാക്കി ഇൻഫ്ലേഷൻ കുറഞ്ഞിട്ട് കാര്യമില്ല, ബിക്കോസ് കോമൺ മാൻ എപ്പോഴും ഡയറക്ട്ലി അഫക്ട് ചെയ്യുന്ന ഫുഡിന്റെ വിലയാണ്. ഓക്കെ, പിന്നെ വിസ്താരയും എയർ ഇന്ത്യയും തമ്മിൽ മെർജ് ചെയ്യാൻ പോകണം. അതുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസ് ആണ്. വിസ്താര ആൻഡ് എയർ ഇന്ത്യ ബോത്ത് ആർ സിവിൽ ഏവിയേഷൻ ബ്രാൻഡ്സ് ഓഫ് ടാറ്റ ഗ്രൂപ്പ്. അപ്പൊ ടാറ്റ ആ വിസ്താരയും എയർ ഇന്ത്യയും തമ്മിൽ മെർജ് ചെയ്യാൻ തീരുമാനിച്ചു. അതുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസ് കാണാം. NCLT എന്താണ്? NCLT അവിടെ കിടക്കുന്നതാണ് നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ. ഇന്ത്യയുടെ കമ്പനി കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കോടതിയാണ്. അതൊരു ഡെഡിക്കേറ്റഡ് കോർട്ട് ആയതുകൊണ്ടാണ് ട്രിബ്യൂണൽ എന്ന് പേര് വന്നത്. ട്രിബ്യൂണൽ എന്ന് പറയുന്നത് എല്ലാം ഡെഡിക്കേറ്റഡ് കോർട്സ് ആണ്, ഒരു കാര്യത്തിന് വേണ്ടി മാത്രമുള്ള കോർട്ടുകളായിരിക്കും. നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ ഓൺലി ഡീൽസ് വിത്ത് കമ്പനി ലോസ്. പിന്നെ കാപെക്സുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസ് ആണ്. കാപെക്സ് എന്ന് പറയുന്നത് എന്താണ്? കാപെക്സ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന ഷോർട്ട് ഫോം ആണ് കാപെക്സ്. എന്താണ് ഈ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ? ഒരു കമ്പനി അതിന്റെ ഇൻഫ്രാസ്ട്രക്ചറിൽ, അതായത് ലാൻഡില്, മെഷീനറിയില്, ബിൽഡിങ്ങില് ഒക്കെ നടത്തുന്ന ഇൻവെസ്റ്റ്മെന്റാണ് കാപെക്സ് എന്ന് പറയുന്നത്. കാപെക്സ് ഇൻക്രീസ് ചെയ്യുന്ന എപ്പോഴും നല്ലതാണ്, അത് എക്കോണമിയുടെ ഡെവലപ്മെന്റിന്. കാര്യം കാപെക്സ് ഇൻക്രീസ് ചെയ്താലേ മറ്റ് അതുമായിട്ട് ബന്ധപ്പെട്ട പ്രൊഡക്ഷൻ ഒക്കെ ഇൻക്രീസ് ചെയ്യുള്ളൂ. കാപെക്സ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. പിന്നെ നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോൾ ബ്രിട്ടനിലെ പ്രൈം മിനിസ്റ്റർ ആയിട്ട് കീർ സ്റ്റാമർ വരുന്നത് തന്നെയാണ് അവിടുത്തെ വലിയ ന്യൂസ്. അതുമായിട്ട് ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ അവിടെ കാണാം. വേൾഡ് ലീഡേഴ്സ് എല്ലാം ബ്രിട്ടന്റെ പ്രൈം മിനിസ്റ്ററിനെ കൺഗ്രാജുലേറ്റ് ചെയ്തേക്കുന്നു. ജർമ്മനിയുടെ ചാൻസലർ ഒലാഫ് ഷോൾസിന്റെ ഫോട്ടോ അവിടെ കാണാം, ഒലാഫ് ഷോൾസ്. പിന്നെ ഫ്രാൻസിന്റെ പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ. പിന്നെ അങ്ങനെ എല്ലാവരും, ഡൊണാൾഡ് ട്രംപ് ഒക്കെ അവിടെ അദ്ദേഹത്തിനെ കൺഗ്രാജുലേറ്റ് ചെയ്തേക്കുന്നു. ഋഷി സുനാക്, പരാജയപ്പെട്ട ഋഷി സുനാകിനെ കുറിച്ചുള്ള ന്യൂസ് അവിടെ കാണാം. ഇറാനിൽ പ്രസിഡന്റ് ഇലക്ഷന്റെ ഫൈനൽ റൗണ്ട് നടക്കുകയാണ്. ഇറാന് ഷിയ മുസ്ലിം രാജ്യമാണ്, അവിടെ തിയോക്രസിയാണ്. ഇറാന്റെ പ്രസിഡന്റ് ഒക്കെ ഉണ്ടെങ്കിലും ഇറാന്റെ സുപ്രീം ലീഡറായ അയത്തുള്ള അലി ഖമേനി, ഷിയ മുസ്ലിം പുരോഹിതനായ അയത്തുള്ള അലി ഖമേനിയാണ് അവിടുത്തെ സുപ്രീം ലീഡർ. പക്ഷേ there is a president also, but recently their president killed in a helicopter crash, that is Ibrahim Raisi. But as per the constitution of Iran, within 52 days they should conduct presidential election. So Iran conducted presidential election, but no one got majority, so they decided to conduct the second round of presidential election. In that presidential election only two candidates will contest each other. അതാരൊക്കെയായിരിക്കും ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ, കഴിഞ്ഞ റൗണ്ടിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത്. ഇപ്പൊ ഇനി ആർക്കെങ്കിലും ഭൂരിപക്ഷം കിട്ടും, അവരായിരിക്കും അടുത്ത പ്രസിഡന്റ്. അത് നോക്കാം. പിന്നെ സ്പോർട്സ് പേജിൽ ഇതൊന്നും നമുക്ക് പറയാനുള്ളതല്ല. സ്പോർട്സ് പേജിൽ വരുമ്പോൾ വിംബിൾഡൺ ആണ് പറയാനുള്ള ഒരു കാര്യം. വിംബിൾഡൺ എപ്പോഴും പറയുന്നതുകൊണ്ട് ഞാനിപ്പോൾ വീണ്ടും പറയുന്നില്ല. വിംബിൾഡൺ നടന്നുകൊണ്ടിരിക്കുന്നു. നെക്സ്റ്റ് സൺഡേ വിംബിൾഡൺ ഫിനിഷ് ആവും. നെക്സ്റ്റ് സൺഡേ അറ്റ് ദാറ്റ് ടൈം വി വിൽ ഡിസ്കസ് അബൌട്ട് ഇറ്റ്, ഹു ഈസ് ദ വിന്നർ ഓഫ് വിംബിൾഡൺ എന്ന് ഡിസ്കസ് ചെയ്യാം. അത്രയും പഠിച്ചാൽ മതി.
പിന്നെ ടൂർ ഡി ഫ്രാൻസിനെ കുറിച്ച് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ടൂർ ഡി ഫ്രാൻസ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പ് ഇൻ ദ വേൾഡ്. ടൂർ ഡി ഫ്രാൻസ്, അതിനെ കുറിച്ചൊരു ന്യൂസും കാണാം. അതിനടുത്ത പേജിൽ പോകുമ്പോൾ കോപ്പ അമേരിക്ക, അത് നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ US-ൽ. യൂറോ കപ്പ്, അത് നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ ജർമ്മനിയിൽ. അതിനെ കുറിച്ചൊക്കെയുള്ള ന്യൂസുകൾ കാണാം. പങ്കജ് അദ്വാനിയെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. പങ്കജ് അദ്വാനിയുടെ ഇന്ത്യൻ ഹിസ്റ്ററിയിലെ പ്രത്യേകത എന്താണ്? പങ്കജ് അദ്വാനി നിങ്ങൾക്ക് അറിഞ്ഞൂടാ ആയിരിക്കും ഒരു പക്ഷേ. ഇന്ത്യയുടെ ഏറ്റവും വലിയ ബില്യാർഡ്സ് ആൻഡ് സ്നൂക്കർ പ്ലെയർ ആണ് പങ്കജ് അദ്വാനി. ഇന്ത്യയുടെ ഏറ്റവും വലിയ ബില്യാർഡ്സ് പ്ലെയറും സ്നൂക്കർ പ്ലെയറും പങ്കജ് അദ്വാനിയാണ്. പങ്കജ് അദ്വാനി. പിന്നെ ഇത്രയാണ് നമ്മളുടെ സ്പോർട്സ് പേജ്. പിന്നെ ഫ്രണ്ട് പേജിലേക്ക് വരുമ്പോൾ ബ്രിട്ടന്റെ പ്രൈം മിനിസ്റ്റർ ആയിട്ട് കീർ സ്റ്റാമർ അധികാരത്തിൽ വരുന്ന കാര്യമുണ്ട്. ചന്ദ്രബാബു നായിഡു സ്പെഷ്യൽ അസിസ്റ്റൻസ് ആന്ധ്രാപ്രദേശിന് കൊടുക്കണമെന്ന് ഇന്ത്യ ഗവൺമെന്റ് ആവശ്യപ്പെട്ടേക്കുന്നു. ബിക്കോസ് due to bifurcation of Andhra Pradesh into residual Andhra Pradesh and Telangana, they lost many of their revenue resources. So the state is under severe financial stress. So it is the duty and responsibility of government of India to help them, അല്ലെങ്കിൽ give them a helping hand. So they are asking for more financial assistance from state. Sorry, center. പിന്നെ അതിനടുത്ത പേജിലേക്ക് പോകുമ്പോൾ അതിനടുത്ത പേജിലൊന്നും പറയാനൊന്നുമില്ല. അതിനടുത്ത പേജ് അവിടെയോ ഒന്നും പറയാനില്ല. അതിനടുത്ത പേജില് ഇല്ല, ഇത്രയേ ഉള്ളൂ. നമ്മളുടെ ഇന്നത്തെ ന്യൂസ് പേപ്പറിന്റെ ഡിസ്കഷൻ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നാളെ സൺഡേ നമുക്ക് ഡിസ്കഷൻ ഇല്ല. സൺഡേ പക്ഷെ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്യും. കാര്യം കുറേ പേര് 4th വീഡിയോ കണ്ടില്ലായിരുന്നു, അതിന് മുമ്പേ അറിയാതെ ഡിലീറ്റ് ആയി പോയി. അപ്പോൾ അത് നാളെ അപ്ലോഡ് ചെയ്യാം. ഇനി മൺഡേ വി വിൽ മീറ്റ് അഗെയിൻ വിത്ത് അനദർ കറണ്ട് അഫയേഴ്സ് ക്ലാസ്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക. നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അങ്ങനെ കൂടുതൽ റീച്ച് തരാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ കമൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ.